നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി 7 സ്കോളർഷിപ്പുകൾ, 6 പദ്ധതികൾ. വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അൺഎയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ഭാഗമാകാം. പുസ്തകങ്ങളിൽ മാത്രം സ്കൂൾ വിദ്യാഭ്യാസം ഒതുങ്ങാതെ പഠനം ഉഷാറാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സംസ്ഥാന പൊതുവിദ്യാലയങ്ങളിലും അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഭാഗമാകാം. കൂടാതെ പഠന ചെലവുകൾ കുറയ്ക്കുവാൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളും നിലവിലുണ്ട്. ഒന്നാമത്തെ സ്കോളർഷിപ്പ് ഏതെന്ന് നോക്കാം. ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് LSS സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന സ്കോളർഷിപ്പാണ്. സർക്കാർ എയ്ഡഡ് ഗവൺമെൻറ് അംഗീകാരമുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് LSS പരീക്ഷ എഴുതാം. 2ാം ടേം പരീക്ഷയിൽ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം എന്നീ വിഷയങ്ങൾക്ക് A ഗ്രേഡ് നേടിയിരിക്കണം. വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം B ഗ്രേഡ് നേടിയ കുട്ടികൾ ഉപജില്ലാതല കലാകായിക പ്രവൃത്തി പരിചയ മേളകളിൽ ഏതെങ്കിലും ഇനത്തിൽ A ഗ്രേഡോ 1ാം സ്ഥാനമോ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്കും പരീക്ഷ എഴുതാം. വിജ്ഞാപനം അടുത്ത വർഷം ആദ്യമായിരിക്കും. പരീക്ഷ പാസ്സായാൽ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ സ്കോളർഷിപ്പ് എല്ലാ വർഷവും 1000 രൂപ ലഭിക്കും. അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് USS സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന സ്കോളർഷിപ്പ്. സർക്കാർ എയ്ഡഡ് ഗവൺമെൻറ് അംഗീകാരമുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് USS പരീക്ഷ എഴുതാം. 2ാം ടേം പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് നേടിയവർക്കും, ഭാഷാ വിഷയങ്ങളിൽ 2 പേപ്പറുകൾക്ക് A ഗ്രേഡ് 1-ന് B ഗ്രേഡും ശാസ്ത്രഗണിതത്തിൽ 2-ന് A ഗ്രേഡും 1-ന് B ഗ്രേഡ് ലഭിച്ചവർക്കും പരീക്ഷ എഴുതാം. പരീക്ഷ പാസ്സായാൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്കോളർഷിപ്പായി 1500 രൂപ എല്ലാ വർഷവും ലഭിക്കും. നിശ്ചിത മാർക്കിനേക്കാൾ കൂടുതൽ ലഭിക്കുന്ന കുട്ടികളെ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക നൈപുണ്യ വികസന ക്ലാസുകളും വർക്ക്ഷോപ്പുകളിൽ പങ്കെടുപ്പിക്കും. കഴിഞ്ഞ വർഷം LSS USS പരീക്ഷ പാസ്സായവർക്ക് ജൂൺ 15-നകം സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള രേഖകൾ നൽകണം. സ്കൂളുകളുടെ സഹായം തേടാവുന്നതാണ്. മൂന്നാമതായി നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് NMSS കേന്ദ്ര സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാം. മാതാപിതാക്കളുടെ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ കവിയരുത്. കേന്ദ്രീയ നവോദയ, CBSE റെസിഡൻഷ്യൽ മറ്റ് അംഗീകൃത വിദ്യാലയങ്ങളിലെ കുട്ടികളെ പരിഗണിക്കില്ല. സംവരണം പാലിക്കും. പരീക്ഷയിൽ അർഹത നേടുന്നവർക്ക് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സുകളിൽ വർഷം 1200 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. ഇതിന് തുടർന്നും സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കണം. 7ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ 55% മാർക്ക് വേണം. പട്ടികവിഭാഗത്തിന് 50% മാർക്ക് മതി. 4ാമതായ സ്കോളർഷിപ്പ് PMYASAVAE പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സംസ്ഥാന പൊതുവിദ്യാലയങ്ങളിൽ 9-10 ക്ലാസ്സിൽ പഠിക്കുന്ന പിന്നോക്ക വിഭാഗം കുട്ടികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ്. OBC, EBC, EWC വിഭാഗത്തിലെ കുട്ടികൾക്ക് അപേക്ഷിക്കാം. മാതാപിതാക്കളുടെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയരുത്. മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയിൽ 60% കൂടുതൽ മാർക്കും 75% കൂടുതൽ ഹാജരും വേണം. 4000 രൂപയാണ് ലഭിക്കുന്നത്. OEC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 5ാമതായിട്ട് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെ ഗവൺമെൻറ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE സ്കൂളുകളിൽ 1 മുതൽ 10ാം ക്ലാസ്സുകളിൽ പഠിക്കുന്ന OEC OBC H വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വികസന വകുപ്പ് മുഖേന ലഭിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം 750 രൂപ മുതൽ 2000 രൂപ വരെയുള്ള ആനുകൂല്യമാണ് ലഭിക്കുക. മാർക്ക് മാനദണ്ഡമല്ല. സ്കൂളുകൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി ജൂൺ 15-ആണ്. കെടാവിളക്ക് സ്കോളർഷിപ്പ് 6ാമതായിട്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വികസന വകുപ്പ് നൽകുന്ന സ്കോളർഷിപ്പ്. പ്രതിവർഷം 1500 രൂപ ലഭിക്കും. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം അനുസരിച്ചാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. വരുമാന പരിധി 2.5 ലക്ഷം രൂപ. മുൻവർഷത്തെ വാർഷിക പരീക്ഷയിൽ 90% കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് നേടിയ 2 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. സ്കൂൾ മുഖേനയാണ് അപേക്ഷിക്കാം. അവസാന തീയതി ജൂൺ 15-ാം തീയതി. തള് സ്കോളർഷിപ്പ് 7ാമതായിട്ട്
സാംസ്കാരിക വകുപ്പിന് കീഴിലെ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സ്കോളർഷിപ്പ് 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്നവരിൽ ജൂനിയർ വിഭാഗമായും 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്നവരെ സീനിയർ വിഭാഗമായും പരിഗണിച്ചാണ് പരീക്ഷ. ജില്ലാ തലത്തിലാണ് ആദ്യഘട്ടം. 1ാം വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന 50 കുട്ടികൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇരു വിഭാഗങ്ങളിൽ നിന്നാണ് ഒരു ജില്ലയിൽ 100 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ്. സംസ്ഥാന തലത്തിൽ ആദ്യം 3 റാങ്കുകൾക്ക് 10,000, 5,000, 3,000 രൂപയുടെ സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും ലഭിക്കും. പൊതുവിജ്ഞാനം, ആനുകാലികം, ബാലസാഹിത്യം, സ്കൂൾ സിലബസുമായി ബന്ധപ്പെട്ട സാഹിത്യം, ചരിത്രം തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷ. scholarship.ksicl.kerala.gov.in എന്ന വിലാസത്തിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസ് 250 രൂപ. അവസാന തീയതി ഓഗസ്റ്റ് 15. സ്കൂൾ ഉൾപ്പെടുന്ന ജില്ലയിൽ ജില്ലാതല പരീക്ഷ എഴുതാം. സ്കൂളിൽ ജില്ല കൃത്യമായി ചേർക്കുവാൻ ശ്രദ്ധിക്കുക. പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ലിറ്റിൽ കൈറ്റ്സ്. ഒന്നാമതായി, സംസ്ഥാന പൊതുവിദ്യാലയങ്ങളിൽ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളിൽ അംഗമാകാൻ 8ാം ക്ലാസ്സുകാർക്ക് അവസരം. ഈ വർഷം അപേക്ഷകർക്ക് അഭിരുചി പരീക്ഷ 18-ന് നടക്കും. സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി നടത്തുന്ന അരമണിക്കൂർ പരീക്ഷയിൽ ലോജിക്കൽ, ഗണിതം, പ്രോഗ്രാമിംഗ്, IT മേഖലയിലെ പൊതുവിജ്ഞാനം എന്നീ മേഖലകളിൽ നിന്നും 5, 6, 7 ക്ലാസ്സുകളിലെ IT പാഠപുസ്തകത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. പരീക്ഷ എഴുതുന്നവർക്കായി നാളെ വരെ രാവിലെയും വൈകിട്ടും 7-ന് പ്രത്യേക ക്ലാസ്സുകൾ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യും. അംഗങ്ങൾക്ക് റോബോട്ടിക്സ്, ആനിമേഷൻ, ഇലക്ട്രോണിക്സ്, മലയാളം, കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, മൊബൈൽ ആപ്പ് നിർമ്മാണം, പ്രോഗ്രാമിംഗ്, ഗവേണൻസ് എന്നിവയിൽ പരിശീലനം നൽകും. A ഗ്രേഡ് നേടിയവർക്ക് SSLCക്ക് 15 മാർക്ക് ഗ്രേസ് മാർക്കും ലഭിക്കും. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. രണ്ടാമതായി, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലും ഗവൺമെൻറ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ്സിലും +1-ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആദ്യം സ്കൂൾ തലത്തിൽ പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും. ഇതിൽ പാസ്സാകുന്ന കുട്ടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരീക്ഷ പാസ്സാകണം. SSLCക്കും +2-നും 20 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. SPC സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കുട്ടികൾക്ക് PSC വഴി പോലീസിൽ ജോലി ലഭിക്കാൻ 5% വെയിറ്റേജ് ഉണ്ട്. നാഷണൽ കേഡറ്റ് കോർ NCC. മൂന്നാമതായി, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഗവൺമെൻറ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ്സിലും +1-ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫിസിക്കൽ ഇൻ്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ് എന്നിവ പാസ്സാകണം. 7 ദിവസത്തെ ക്യാമ്പ് ഉണ്ടാകും. A സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ 20 മാർക്ക് SSLC +2 പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിക്കും. നാഷണൽ ക്യാമ്പിൽ പങ്കെടുത്താൽ 35 മാർക്കും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്താൽ 40 മാർക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ് 4ാമത്തെ പദ്ധതി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലും ഗവൺമെൻറ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന 10 വയസ്സിന് മുകളിലോ വിദ്യാർത്ഥികൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗമാകാം. SSLCക്ക് 18 മുതൽ 25 മാർക്ക് വരെ ഗ്രേസ് മാർക്ക് ലഭിക്കും. 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തം 18 മാർക്ക്. രാജ്യ പുരസ്കാർ, ചീഫ് മിനിസ്റ്റർ ഷീൽഡ് 20 മാർക്ക്. രാഷ്ട്രപതി അവാർഡ് വിജയിക്കുന്നവർക്ക് 20 മാർക്ക്. +2-ൽ ഇത് 25 മുതൽ 50 വരെ മാർക്ക്. 80% ഹാജർ ഉൾപ്പെടുന്ന പങ്കാളിത്തം 25 മാർക്ക്. രാജ്യ പുരസ്കാർ, ചീഫ് മിനിസ്റ്റർ ഷീൽഡ് 40 മാർക്ക്. രാഷ്ട്രപതി അവാർഡ് വിജയികൾക്ക് 50 മാർക്ക്. 5ാമത്തെ പദ്ധതി ജൂനിയർ റെഡ് ക്രോസ് ആണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലും ഗവൺമെൻറ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളിലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ റെഡ് ക്രോസിൽ അംഗമാകാം. പ്രവർത്തനങ്ങൾ 8ാം ക്ലാസ് മുതൽ ആരംഭിക്കും. A, B, C എന്നീ 3 ലെവൽ പരീക്ഷ പാസ്സായാൽ SSLCക്ക് 10 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. 6ാമതായി, നാഷണൽ സർവീസ് സ്കീം NSS. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ +1-ന് പഠിക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം. 7 ദിവസത്തെ ക്യാമ്പ് ഉണ്ടാകും. 20 മുതൽ 40 വരെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് 40 മാർക്ക്. ദേശീയ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നവർക്ക് 25 മാർക്ക്. NSS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 20 മാർക്ക്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.